തനിക്ക് നിവേദനം നൽകാൻ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതിൽ സുരേഷ് ഗോപിക്ക് വലിയ വീഴ്ചയുണ്ടാകുന്നെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ചേർപ്പിലെ കലുങ്ക് സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയാണെന്ന് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചു. കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമം. അത് നടക്കില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പറ്റിയ കൈപ്പിഴ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് മറുപുറത്ത് CPM നടത്തുന്നത്. കൊച്ചുവേലായുധന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് CPM വ്യക്തമാക്കിയിരുന്നു. ഇത് ആദ്യമായല്ല സുരേഷ് ഗോപിക്ക് നിവേദനം തലവേദനയാകുന്നത്. മുൻപ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് തനിക്ക് നിവേദനം നൽകാൻ എത്തിയവരോട് ഞാൻ നിങ്ങളുടെ MP അല്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായിപ്പാട് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ചേർപ്പിലെ സംഭവം സുരേഷ് ഗോപിക്കെതിരെ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് CPM പ്രഖ്യാപിച്ചത്. പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് BJPക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ഈ രീതിയിലുള്ള മാടമ്പിത്തരം കേരളത്തിൽ BJPയുടെ വില ഇടിക്കുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള പെരുമാറ്റം വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ മാന്യമായി ജനങ്ങളോട് ഇടപെടണമെന്ന് BJPയുടെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്.